കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര്? സരോജിനി നായിഡു. സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ച്. ആനി ബസന്റ് പ്രസിഡന്റ് ആയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1917 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? വി. ഡി. സവർക്കർ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി ആരംഭിച്ച പത്രത്തിന്റെ പേരെന്ത്? യങ് ഇന്ത്യ. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന് പേര് നൽകിയത് ആര്? ഗാന്ധിജി. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. വിദേശികൾക്ക് എതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏത്? ആറ്റിങ്ങൽ കലാപം. റൗലറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 1919. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആര്? എസ്. ബി. ചൗധരി. 1857 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആര്? കോളിൻ കാംബെൽ. മംഗൽ പാണ്ഡെയെ തൂക്കിലേറ്റിയത് എന്ന്? 1857 ഏപ്രിൽ 8. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 150-ാം വാർഷികം ആഘോഷിച്ച വർഷം ഏത്? 2007. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ മുഗൾ ഭരണാധികാരി ആര്? ബഹദൂർ ഷാ രണ്ടാമൻ. മംഗൽ പാണ്ഡെ ദി റേസർ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? കേതൻ മേത്ത. മംഗൽ പാണ്ഡെ ദി റേസർ എന്ന സിനിമയിൽ മംഗൽ പാണ്ഡെ ആയി അഭിനയിച്ച നടൻ ആര്? ആമിർ ഖാൻ. 1857 ദി ഗ്രേറ്റ് റിബല്യൻ എന്ന പുസ്തകം രചിച്ചത് ആര്? കേതൻ മേത്ത. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം രചിച്ചത് ആര്? വി. ഡി. സവർക്കർ. ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? 24. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആര്? ഗാന്ധിജി. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏത്? സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്ര? 65 സെക്കൻഡ്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? അബ്ദുൽ കലാം ആസാദ്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സുഭാഷ് ചന്ദ്രബോസ്.
ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഗ്രീസ്. രാജ്യസഭാ അംഗമാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര? 30. രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 6 വർഷം. രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ഉപരാഷ്ട്രപതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന രണ്ടാമത്തെ ഭാഷ ഏത്? ബംഗാളി. ഇന്ത്യൻ പ്രധാനമന്ത്രി ആയ ആദ്യ വനിത ആര്? ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യ സമര സേനാനികളായ അലി സഹോദരന്മാർ ആരെല്ലാം? മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഇന്ത്യൻ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറമെന്ത്? നീല. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രശസ്തമായ പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ഏത് വർഷമാണ് ഇന്ത്യ 77ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്? 2024. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. 2024 ഇന്ത്യയുടെ 77ാമത് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ തീം എന്താണ്? രാഷ്ട്രം ആദ്യം, എപ്പോഴും ഒന്നാമത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ അനുപാതം എത്ര? 3:2. 1948 ജൂൺ വരെ പുതിയ ഡൊമിനിയൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. വിഭജന പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏത്? മൗണ്ട് ബാറ്റൺ പദ്ധതി. 1905 ബനാറസിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധി-ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എപ്പോൾ? 1931 മാർച്ച് 5. ഇന്ത്യയിൽ തപാൽ സംവിധാനം നടപ്പിലാക്കിയത് ആര്? ഡൽഹൗസി പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആര്? വില്യം ബെൻഡിക്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര്? ഹെൻറി ഡ്യൂനന്റ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏത്? 1935. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്ന വർഷം ഏത്? 1947. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖ ഏത്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ന്യൂഡൽഹി. മഹാത്മാഗാന്ധി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 തവണ. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര്? ഗാന്ധിജി. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? MG റാനഡെ. വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയത് എവിടെ?
കോഴിക്കോടിലെ കാപ്പാട്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏത്? സുപ്രീം കോടതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സാക്ഷരത ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം.